പുറമെ എത്ര വെറുപ്പ് കാണിച്ചാലും എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവള് ഈ അഹങ്കാരി. ഓട്ടെ അപ്പച്ചി, ഒരു സമയത്ത് അപ്പച്ചിയെ തലയിൽ കൊണ്ടുകിടന്നവളല്ലേ അക്ഷര. അതോർത്തെങ്കിലും ക്ഷമിച്ചൂടെ? തലയെ കൊണ്ട് നടന്നു, താഴേക്ക് വിട്ടു. പക്ഷേ നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഏതെങ്കിലും രീതിയിൽ എന്റെ വിശാലുമോനെതിരെ മുന്നോട്ട് പോകാനാ നിന്റെ ഭാവമെങ്കിൽ അപ്പനെ മോളെ കൊന്ന് ഞാനും ചാവും. നിരഞ്ജനെങ്കിലും രക്ഷപ്പെട്ടടി. ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവരാ നീ നിന്റെ ഡാഡി. അപ്പൊ അപ്പച്ചിയോ? ഞാനും കൂട്ടുവരാവടി. ഒരു ഫാമിലി പാക്കേജില് നമുക്ക് ടൂർ പോവാം, അങ്ങ് നരകത്തിലേക്ക്. അങ്ങനെ നടേശനുമായി നീ കൈകോർത്ത സ്ഥിതിക്ക് അധികാരത്തിന്റെ ഒരു മറ കൂടി നമുക്ക് ലഭിക്കും. അതെ, നമ്മുടെ അയാളുടെ ടാർഗറ്റ് ഒന്ന് തന്നെയല്ലേ, ദേവിക. അത് മാത്രമല്ല, ഇനി ചന്ദ്രലേഖ നിനക്കെതിരെയുള്ള കേസുമായി പൊന്നുമണിക്കൊപ്പം നിൽക്കില്ല. അങ്ങനെ നിൽക്കാതിരിക്കാനുള്ള വഴിയൊക്കെ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെ പൊന്നുമണിക്കെതിരെ ഒരു കൗണ്ടർ പെറ്റീഷൻ ഇതേ ചന്ദ്രലേഖയെ കൊണ്ട് തന്നെ നീ ഫയൽ ചെയ്യിപ്പിക്കണം. അമ്മ, അത് വലിയ തലവലിയാവും. ഒരു തലവലിയുമില്ല. അന്ന് നിത്യയുടെയും നിന്റെയും ഹൽദി ചടങ്ങിലേക്ക് പൊന്നുമണി വന്നത് സ്വമേധ അല്ലെന്നും നിരഞ്ജനും ദേവികയും അവളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതാണെന്നും പറഞ്ഞായിരിക്കണം കൗണ്ടർ കേസ് ഫയൽ ചെയ്യിപ്പിക്കേണ്ടത്. സ്വന്തം കക്ഷിക്കെതിരെ വക്കീല് ഫയൽ ചെയ്യുന്ന കേസിന് കോടതിയിൽ ബലം കൂടും. നാളെ വേറെ ഒരു വക്കീലും അവളുടെ കേസ് ഏറ്റെടുക്കത്തുമില്ല. നിരഞ്ജനും ദേവികയും മുട്ടുകാലിൽ നിന്ന് നമ്മളോട് ഉത്തരം പറയേണ്ടി വരികയും ചെയ്യും. അത് കൊള്ളാം. പക്ഷേ ചന്ദ്രലേഖ അതിന് തയ്യാറാവുമെന്ന്. കാരണം ഇതിനിടയിൽ സിദ്ധാർത്ഥൻ എന്നൊരു വൻമതിലുണ്ട്. പൊളിക്കാൻ പറ്റാത്ത ഒരു മതിലും ഈ ലോകത്തില്ലടാ. നടേശനെ കൊണ്ട് തന്നെ മോളോടിത് പറയിപ്പിക്കണം. ദേവികയോടുള്ള വാശിയിൽ മുന്നും പിന്നും നോക്കാതെ അവൾ അത് ചെയ്യും. ഒരു കേസ് വന്ന് ദേവിക അകത്തു പോയാൽ പിന്നെ സിദ്ധാർത്ഥനെ വരുതിയിൽ കൊണ്ടുവരാൻ എളുപ്പമാണെന്ന് അവക്കറിയാം. നമ്മുടെ ഉദ്ദേശവും സാധിക്കും, അവരുടെ ഉദ്ദേശവും സാധിക്കും. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഈ പെണ്ണിനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ആരാടാ? മീലി. അവളെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതല്ലേ? പറഞ്ഞു വിടുക മാത്രമല്ല, കഴിഞ്ഞ ദിവസം കാശ് വിട്ടുകൊടുത്ത. നീ ഫോൺ എടുക്ക്. വിളിക്കുന്ന എന്തിനാണെന്ന് അറിയാലോ. ഹലോ മിലി, പറയ്. ഇങ്ങോട്ട് വരുന്നു എന്തിന്? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു? ശോ, കഷ്ടകാലത്തിന് എന്റെ നാവിന്ന് അറിയാതെ വീണു പോയതാ. അതേ പിടിച്ച് നീ വരുമെന്ന് ഞാൻ കരുതിയില്ല. ശരി, നീ വാ, അമ്മയോടുണ്ട്. മീലി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവളുടെ സ്വരം കേട്ടിട്ട് അത്ര പന്തിയല്ല. വരട്ടെ, നോക്കാം. അമ്മ നോക്ക്, തീപ്പന്തം പോലെ ആ പെണ്ണിന്റെ വരവ്. ശരത്തേട്ടാ. ശരത്തേട്ടനോ? ശരത് സാറെന്ന് വിളിക്കടി. അത് ഞാൻ വിളിച്ചോളാം. എന്താ നിനക്ക് വേണ്ടത്? ശരത്തേട്ടൻ എനിക്ക് കുറച്ച് പൈസ ജിപേ ചെയ്ത് തന്നു. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? ഇപ്പൊ എനിക്ക് ഒരിടത്തും ജോലി കയറാൻ പറ്റാത്ത അവസ്ഥയാ. അതിന് ഞങ്ങൾ എന്ത് വേണം? നിങ്ങൾ പറഞ്ഞ എന്റെ പേരിൽ ഒരു വാടക കൊലയാളിയുടെ പണിയെടുക്കാൻ പോയ ആളാ ഞാൻ. അപ്പോ നിങ്ങൾ എനിക്ക് തന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. എന്ത്? ഇവൻ നിന്നെ കല്യാണം കഴിക്കണമെന്നോ? എടി, ആൺപിള്ളേര് പെൺപിള്ളേർക്ക് പല വാഗ്ദാനങ്ങളും കൊടുക്കും. അത് വിശ്വസിക്കുന്നവര് ഭൂലോക മണ്ടികളും പമ്പര വെട്ടികളുമാണ്.
വേണമെങ്കിൽ നിനക്ക് കുറച്ച് പൈസ കൂടി തരാം. അതും വാങ്ങിച്ചോണ്ട് പോകാൻ നോക്ക്. ഞാൻ നേരെ നിത്യയുടെ വീട്ടിലേക്ക് പോവും. ആരാ എനിക്ക് കൊട്ടേഷൻ തന്നെന്ന് ഞാൻ അവരോട് വിളിച്ചു പറയും. നീ ഒരു ചുക്കും ചെയ്യത്തില്ല. തിരിച്ചു പോകുന്ന വഴിക്ക് നീ പോകുന്ന ഓട്ടോറിക്ഷയില് ഒരു കണ്ടെയ്നർ ലോറി വന്നങ്ങ് കയറും. അതോടെ നീ പാടം. നീ മാത്രമല്ല, ആ ഓട്ടോ ഡ്രൈവർ. അയാൾക്ക് ഭാര്യയും മക്കളും ഒക്കെ കാണും. എന്തിനാടി അയാളെ കൂടെ കൊലക്ക് കൊടുക്കുന്നത്? അത് വേണ്ട ശരസ, ഇവളെ എനിക്ക് വിട്ടതാ, ഞാൻ തീർത്തോളാം. വേണ്ട കബനി, മിലിക്കിപ്പോ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അവള് ഒരാവേശത്തിന് പറഞ്ഞു പോയതാ. നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. പക്ഷേ നിന്റെ പിള്ളകളിക്കനുസരിച്ച് നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല. വലിയൊരു മിഷനില്ല ഞങ്ങള്. അത് നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാ ഇപ്പം മുമ്പിലുള്ള ലക്ഷ്യം. ഞാൻ ഇനി എന്ത് വേണം അത് പറയ്. നില തെറ്റി നിൽക്കുവാ ഞാൻ. എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞങ്ങൾക്കെതിരെ വന്ന പൊന്നു മോളെ കുഴിയെടുത്ത് കല്ലുപിട്ട് മൂടും. അല്ലെങ്കിൽ ഡാളുടെയും പഞ്ചസാരയിട്ട് കത്തിക്കും. അതുകൊണ്ട് നീ തൽക്കാലം നിന്റെ നാട്ടിലേക്ക് പോ. സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം. അല്ലെങ്കിൽ തന്നെ സിദ്ധാർത്ഥനും ദേവികയ്ക്കും എതിരെ മൊഴി പറഞ്ഞിട്ട് അവിടെ നിന്ന് അടികൊണ്ടിറങ്ങി നീ തിരിച്ചു ചെന്ന് മൊഴി മാറ്റി പറഞ്ഞാൽ ആരാടി നിന്നെ വിശ്വസിക്കുന്നത്? ഒരു പേരും കള്ളി. അതാണ് അവരുടെ മുന്നിൽ നിന്റെ പ്രതിച്ഛായ. ഇനി അതല്ലെങ്കിൽ പോലും എനിക്കോ എന്റെ മകനെതിരെയോ പറയാൻ നിന്റെ നാവ് വളയത്തില്ല. നിത്യ കിടക്കുന്ന കണ്ടല്ലോ, ഇരുമ്പ് വടിയോണ്ട് ഒരൊറ്റ ആടി. അതുപോലെ നിന്റെ കുഗ്രാമത്തിലെ കൊച്ചു വീട്ടിലെ കുഞ്ഞു മുറിയിൽ നിനക്ക് നീണ്ടു നിവർന്ന് കിടക്കണോ?